യേശുവിൻ സാക്ഷികൾ നമ്മൾ, അവൻ്റെ വിശുദ്ധ ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 2-ാമത് വചനം. എൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ എന്ന വചനമാണ്. എന്നോടും നിങ്ങളോടുമുള്ള ഒരാഴമായ ഓർമ്മപ്പെടുത്തലാണ്. ഒരിക്കലും നീക്കം വരാത്ത, മാറ്റം വരാത്ത ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ സംഗ്രഹിച്ചു വയ്ക്കുന്നു എങ്കിൽ അതും നമ്മുടെ ജീവിതത്തിലെ കഷ്ടതയുടെ കാലത്ത്, ശോധനയുടെ കാലത്ത്, പരീക്ഷാക്കാലത്ത് നമുക്കത് അനുഗ്രഹത്തിന് കാരണമായി തീരുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ലോകരക്ഷകനായി ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഒരു പരീക്ഷാക്കാലമായിരുന്നു. ആ കാലഘട്ടത്തെക്കുറിച്ചാണ് അവിടെ ചരിത്രപരമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. പരീക്ഷകൻ തൻ്റെ അരികിൽ വന്ന് തന്നോട് ചോദിക്കുന്നതായി 3 അതിപ്രധാനമായ ചോദ്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കോരോന്നിനും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് യേശുക്രിസ്തു പരീക്ഷകന് മറുപടി കൊടുക്കുന്നതും ആ ഉത്തരങ്ങൾ നിമിത്തം പരീക്ഷകന് ഒന്നും പറയുവാൻ കഴിയാതെ യേശുക്രിസ്തുവിനെ വിട്ട് പോകുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 1-ാമത്തെ ചോദ്യം പറയുകയാണ്, നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. പരീക്ഷകൻ യേശുവിനോട് പറയുകയാണ്, നീ ഏറെ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് നീ വിശന്നിരിക്കുന്നുവല്ലോ, നിൻ്റെ കയ്യിലിരിക്കുന്ന കല്ലിനോട് അപ്പമാകാൻ പറ എന്ന് പറയുമ്പോൾ യേശു എന്താണ് ചെയ്തത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പരീക്ഷകൻ്റെ ആ ചോദ്യത്തിന് ദൈവത്തിൻ്റെ വചനം ഉള്ളിലുള്ളതുകൊണ്ട് വചനം കൊണ്ട് അവനോട് മറുപടി പറയുകയാണ് യേശു ചെയ്യുന്നത്. 2-ാമത്തെ ചോദ്യം 6-ാമത്തെ വാക്യത്തിനകത്ത് ചോദിക്കുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ വഹിച്ചുകൊള്ളും എന്ന് പറയുന്നതായ വാക്കുകളാണ്. അവിടെയും യേശു എന്താണ് ചെയ്തത്? 7-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു ഉത്തരം പരീക്ഷന് കൊടുക്കുകയാണ്. നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നുകൂടെ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവിടെയും യേശു ഉത്തരം നൽകിയത് ദൈവത്തിൻ്റെ വചനം ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ടാണ്. അവിടെയും സാത്താൻ പിന്മാറുന്നില്ല. 3-ാമത്തെ ചോദ്യം 9-ാം വാക്യത്തിൽ വായിക്കുകയാണ്. അവിടെ പറയുന്നത്, എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഈ കാണുന്നതൊക്കെയും നിനക്ക് തരാമെന്ന് പറഞ്ഞ് ഭൂമിയിലുള്ള സകലതും കാണിച്ചു കൊടുക്കുമ്പോൾ യേശു 10-ാം വാക്യത്തിൽ പരീക്ഷകനോട് 3-ാമത്തെ ഉത്തരം പറയുകയാണ്, സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ചില ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടികൾ പറയുവാൻ കഴിയുകയുള്ളൂ. ചില പരീക്ഷാഘട്ടങ്ങളിൽ കൃത്യമായ തലത്തിൽ അതിനെ അതിജീവിക്കുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ ആവശ്യമായിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ടെന്ന് ഈ വാക്യത്തിനുള്ളിൽ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. ജ്ഞാനികളെ ജ്ഞാനിയായ ശലോമോൻ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ട് നമ്മെ ചോദ്യം ചെയ്യാൻ വരുന്ന, നമ്മെ പരീക്ഷിക്കാൻ വരുന്ന വ്യക്തികളുടെയും ശക്തികളുടെയും മുൻപിൽ
ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കൊണ്ട് നമുക്ക് യുദ്ധം ചെയ്യാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ സംഗ്രഹിച്ചു വെച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയട്ടെ. അതിന് ദൈവം എൻ്റെ കേൾവിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും കരുത്തും കൃപയും നൽകുമാറാകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ആകാശവും ഭൂമിയും മാറിപ്പോകും, സകലതും നിന്നു പോകും. എന്നാൽ ഒരിക്കലും നീക്കം വരാത്ത, മാറ്റം വരാത്ത ദൈവത്തിൻ്റെ വചനം അത് ഞങ്ങളുടെ ഉള്ളിൽ സംഗ്രഹിച്ചു വെച്ചുകൊണ്ട് അതിനനുസൃതമായ ഒരു ജീവിതം നയിപ്പാനും ഞങ്ങൾക്ക് നേരിടുന്ന പരീക്ഷാകാലത്ത് ഞങ്ങളുടെ ഉള്ളിൽ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഉരുവിട്ടുകൊണ്ടും അതിൽ നിന്ന് ഉത്തരം പറഞ്ഞുകൊണ്ടും ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.